നമസ്കാരം. നിഗൂഢമായ ഭരണ സംവിധാനങ്ങൾ കൊണ്ടും മുന്നും പിന്നും നോക്കാത്ത നിലപാടുകൾ കൊണ്ടും ഉത്തര കൊറിയ എന്ന രാജ്യം എപ്പോഴും വാർത്താ പ്രാധാന്യം നേടുന്നതാണ്. അതായത് ലോക പോലീസ് ചമയുന്ന അമേരിക്ക പോലും വിറച്ചു നിൽക്കുന്ന ഭരണാധികാരി. എന്തായാലും കിം ജോങ് ഉന്നിന്റെ ആരോഗ്യം അത്ര നല്ല രീതിയിലല്ലാത്തതിനാൽ ഭരണമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകളും അവിടെ സജീവമാണ്. അപ്പോൾ പുറത്തു വരുന്ന പേരാണ് കിം ജു എ. ഇത് മറ്റാരുമല്ല, കിം ജോങ് ഉന്നിന്റെ കൗമാരക്കാരിയായ മകളാണ്. മകളിലാണ് അടുത്ത ഭരണം ഉൻ കണ്ടിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. തൻ്റെ മകളെ ഭാവി നേതാവായി വാർത്തെടുക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് സമീപകാല സംഭവങ്ങൾ നൽകുന്നത്. ഒറ്റപ്പെട്ടതും ആണവായുധങ്ങൾ സ്വന്തമാക്കിയതുമായ ഈ രാജ്യത്തിൻ്റെ ഭരണം ഒരു വനിത ഏറ്റെടുക്കുക എന്നത്, അതിനുമപ്പുറം കൗമാരത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന മകൾക്ക് രാജഭരണം കൈമാറുന്ന പോലെ അധികാര ശ്രേണി കൈപിടിച്ചു കൊണ്ടുവരിക എന്ന ഒരു നൂറ്റാണ്ടിനിപ്പുറം മനുഷ്യരാശിയെ സംബന്ധിക്കുന്ന അപൂർവമായ ഒരു മാറ്റമായിരിക്കുമെന്നതിൽ സംശയമില്ല. ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് ഏജൻസികളെയും വിദഗ്ധരെയും ഉദ്ധരിച്ചുകൊണ്ട് ജു എ കിമ്മിന്റെ അനന്തരാവകാശിയാകാൻ സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദക്ഷിണ കൊറിയയുടെ നാഷണൽ ഇന്റലിജൻസ് സർവീസിലെ പുതിയ ഡയറക്ടർ ചോ തേ യോങ്ങും ഈ വിലയിരുത്തലിനെ ശരിവെക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നാണ് ഇരുവരും വ്യക്തമാക്കുന്നത്. ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസിന്റെ കണക്കനുസരിച്ച് ഏകദേശം 12 വയസ്സ് പ്രായം കണക്കാക്കുന്നത് ഈ കുട്ടിക്ക് 2022 നവംബറിൽ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന് മുന്നിൽ അച്ഛൻ്റെ കൈ പിടിച്ച് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് ജു എ ലോകശ്രദ്ധ നേടിയത്. അന്നു മുതൽ ഉത്തര കൊറിയയുടെ ഭരണ മാധ്യമങ്ങൾ അവൾ പരിചിതയായ മുഖമായി മാറി. സൈനിക ഔദ്യോഗിക പരിപാടികൾ പിതാവിനൊപ്പം ജു എ പതിവായി പ്രത്യക്ഷപ്പെടാറുണ്ട്. ആ കൗമാരിക്കാരിയുടെ ശബ്ദം ഇതുവരെയും പൊതുവിടങ്ങൾ കേട്ടിട്ടില്ല. കൂടാതെ മകൾക്ക് ഔദ്യോഗിക പദവികളൊന്നും നൽകിയിട്ടുമില്ല. എന്നിരുന്നാലും രഹസ്യാന്വേഷണ ഏജൻസികളും വിദഗ്ധരും കിം രാജവംശത്തിന്റെ കീഴിൽ രാജ്യത്തിന്റെ 4ാം തലമുറ നേതൃത്വത്തിലേക്ക് ജു എ ആണ് കാണുന്നത്. മിസൈലുകൾക്ക് സമീപം പോസ്റ്റ് ചെയ്ത് ആയുധ പരിശോധനകൾ പിതാവിന്റെ അരികിൽ നിൽക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരോടൊപ്പം പ്രധാന ചിത്രങ്ങൾ സന്നിഹിതയായിരുന്ന ജു എ സാധാരണ കുട്ടികളിൽ നിന്നും ഏറെ വ്യത്യസ്തയാണ്. ഒരു പക്ഷേ പിതാവ് കിം ജോങ് ഉന്നിനെ പോലെ 2023 സൈനിക പരേഡിനിടെ ഒരു ഉന്നത ജനറൽ ജു എയുടെ മുന്നിൽ മുട്ടുകുത്തുന്നത് പോലും കണ്ടു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് മുമ്പും കിം എന്ന ഉത്തര കൊറിയൻ നേതാവിന് മാത്രം ലഭിച്ചിരുന്ന ആദരവായിരുന്നു. 2011 തന്റെ പിതാവ് കിം ജോങ് ഇല്ലിന് ശേഷം അധികാരം ഏറ്റെടുത്ത കിം ജോങ് ഉൻ സ്വന്തം അധികാരം ഉറപ്പിക്കാൻ നടത്തിയ ആദ്യകാല നീക്കങ്ങളെയാണ് ജു എ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യം ഓർമ്മിപ്പിക്കുന്നത്. കർക്കശമായ പുരുഷാധിപത്യ പാരമ്പര്യങ്ങളുമുള്ള ഒരു രാജ്യത്ത് ജു എ ഉത്തര കൊറിയയുടെ ആദ്യ വനിതാ നേതാവാകാനുള്ള സാധ്യത അഭൂതപൂർവമായ ഒരു മാറ്റമായിരിക്കുമെന്നതിൽ സംശയമില്ല. എന്നിരുന്നാലും അത്തരമൊരു മാറ്റം രാജവംശത്തിന്റെ അധികാരത്തിലുള്ള പിടി നിലനിർത്താൻ രൂപകൽപ്പന ചെയ്ത ഒന്നായിരിക്കുമെന്ന് വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച